ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ ആലിച്ചേരി വാർഡിലെ ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉണ്ണി മാടിക്കൽ അദ്ദേഹത്തിൻ്റെ ആ വാർഡിനോടുള്ള വികസന സങ്കല്പങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ 2-ാം വാർഡിലെ വോട്ടർമാരോട് തുറന്നു പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF ഭരിക്കുന്ന വാർഡാണ് 2-ാം വാർഡ്. താങ്കൾക്ക് വിജയപ്രതീക്ഷയുണ്ടോ? തീർച്ചയായും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF സ്ഥിരമായി ഭരിച്ചു വരുന്ന ഒരു വാർഡാണ് നമ്മുടെ 2-ാം വാർഡായ ആലിച്ചേരി. പക്ഷേ നമ്മളൊന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനം അവർക്ക് ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനത്തിന് തന്നെ പറയുകയാണെങ്കിൽ അവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാതൊരുവിധ മറുപടി അവർ തരുന്നില്ല. എല്ലാ വാർഡുകളിലും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എല്ലാ പാർട്ടികളും കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കാഴ്ചവെച്ചുകൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളും വോട്ടർമാരും അവരോട് കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ മറുപടിയുമില്ല. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ വാർഡ് മെമ്പർ ആരാണെന്ന് പോലും അറിയാത്ത പല മെമ്പർമാരും നമ്മളെ വാർഡിലുണ്ട്. ഇത് UDFൻ്റെ ഒരു കെട്ടുക്ക് സ്ഥാനാർത്ഥിയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ജനങ്ങളെ അറിയാത്ത, വാർഡിനെ കുറിച്ച് അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവർ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മുടെ വാർഡിൻ്റെ വികസന മുരടിപ്പിന് പ്രധാന ഒരു കാരണമാവുകയാണ് ചെയ്തത്. ഇത് പറയുകയാണെങ്കിൽ UDFൻ്റെ ഏറ്റവും വലിയ ജനങ്ങളോടുള്ള ദ്രോഹമായിട്ടേ ഇത് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുകയുള്ളൂ. താങ്കൾ ഒരു യുവപ്രതിനിധിയാണ്. പാർലമെന്ററി രംഗത്ത് യുവാക്കൾ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങൾക്കത് സ്വീകാര്യമാണോ? തീർച്ചയായും. യുവാക്കളാണ് വരുന്നതെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടി നമുക്ക് ജനങ്ങളെ സമീപിക്കുവാനും ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത് തീർച്ചയായും യുവാക്കൾക്കാണ്. ഇപ്പോൾ പുതിയതായി യുവാക്കൾ കടന്നു വരുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായും ജനങ്ങളുടെ സാമൂഹികപരമായ പ്രശ്നങ്ങൾ കൂടുതൽ ഇടപെടാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയപരമായ പ്രവർത്തന മികവുണ്ട്, സാംസ്കാരിക കലാപരമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന നിലയിൽ എനിക്ക് കൂടുതൽ ജനങ്ങളോട് ബന്ധപ്പെടുവാനും അവരുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സാധിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ആ സ്വീകാര്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ വിജയിക്കുകയാണെങ്കിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ഇവിടെ ബാധിക്കുന്ന ഒന്ന് റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. മുഴുവൻ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ഈ വാർഡിൽ ഒന്ന് ചുറ്റിപ്പറ്റി ഒന്ന് കാണുകയാണെങ്കിൽ മിക്ക റോഡുകളും അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി ഒരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് മുൻഗണന നമ്മൾ ആദ്യം റോഡിനാണ് കൊടുക്കുക. പിന്നെ പാലത്ത് ഭാഗത്തുള്ള കാലാകാലങ്ങളായുള്ള ഒരു പ്രശ്നമാണ് അവിടുന്ന് കൊളമ്പക്കാൽ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു പ്രോജക്റ്റ്. അത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മന്ത്രി, MLA എന്നിവരെ ബന്ധപ്പെടുത്തി ആ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. കൂടാതെ കുടിവെള്ള പ്രശ്നം മുൻ വർഷങ്ങളിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി തുടങ്ങിയെങ്കിലും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കഴിഞ്ഞ UDF മെമ്പർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കൂടുതലായി അറിയപ്പെടുന്ന കാര്യമാണ് കുടിവെള്ളം ഇല്ല എന്നുള്ളത്. അത് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ജനതയാണ് 2-ാം വാർഡിലുള്ളത്. പിന്നെ പാർപ്പിടം, 2-ാം വാർഡിലുള്ള പല അർഹരായ കുടുംബങ്ങൾക്കും ഇപ്പോഴും വീട് ലഭിച്ചിട്ടില്ല. ആ പഞ്ചായത്തിന് ദിനംപ്രതി ലഭിക്കുന്ന വീട് എവിടെ പോയി എന്നുള്ളതിൻ്റെ കണക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. അർഹരായതെന്ന് പറഞ്ഞാൽ ആർക്കും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റാവുന്ന പല കുടുംബത്തിനും ഇപ്പോഴും വീടില്ല. അപ്പോൾ പാർപ്പിടം ഒരു പ്രധാന പ്രശ്നമാണ്. ഇത് കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതലും നമുക്ക് നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ പറ്റും. MLAയും മന്ത്രിയുടെയും പദ്ധതികൾ കൂടി നമ്മുടെ വാർഡിൽ തുക ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് നല്ലൊരു രീതിയിലുള്ള വികസനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ തൊട്ടടുത്ത വാർഡുകളായ പെരുമ്പള, തലക്കളായി വാർഡുകൾ, ഇടതുപക്ഷ മുന്നണിയുടെ മെമ്പറായിട്ടുള്ള വാർഡുകൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1.5 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ വാർഡിലെടുത്താൽ അത് കൂടിപ്പോയാൽ 10 ലക്ഷം 20 ലക്ഷം, അതിൻ്റെ അപ്പുറം നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ താരതമ്യം ചെയ്ത് ജനങ്ങൾ വോട്ടർമാർ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാർഡിൻ്റെ മുരടിപ്പിന് വികസന മുരടിപ്പിന് തീർച്ചയായും കാണാൻ സാധിക്കും. അവസാനമായി 2-ാം വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? തിരഞ്ഞെടുപ്പ് വരും പോകും. നമ്മൾ ഇപ്പോൾ ഉറച്ച ഒരു തീരുമാനം എടുക്കണം. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളായി തുടരുന്ന വികസന മുരടിപ്പ് നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ അല്ലാതെ ഒരു പുതിയൊരു നാട്, പുതിയൊരു വാർഡ്, പുതിയൊരു വികസന കൂട്ടായ്മയോടെ നമുക്ക് മുന്നോട്ട് പോകണോ എന്നുള്ളത്. പല UDFൻ്റെ ഇപ്പോൾ നമ്മുടെ അഭ്യർത്ഥനയിൽ നിങ്ങൾ കാണുമായിരിക്കും വികസന തുടർച്ചയ്ക്ക് എന്നുള്ളത്.
കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ യാതൊരുവിധ വികസനവും നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യമുള്ള കാര്യമാണ്. ആ വികസന തുടർച്ചയാണ് അവരെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടത് പൂർണ്ണമായ വികസനമാണ്. ആ വികസനം നമുക്ക് നടത്തണമെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരു മാറ്റം വന്നേ തീരൂ. അത് നമ്മൾ തീരുമാനിക്കേണ്ട ജനങ്ങളാണ്, വോട്ടർമാരാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്നെ ജയിപ്പിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകണോ, അതോ കഴിഞ്ഞു പോയ അതേ വികസനമില്ലായ്മ തുടർന്നുകൊണ്ടേ ഇരിക്കണോ എന്ന്. ഇത് മാത്രമാണ് എൻ്റെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്.